ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ വരുന്ന ആഴ്ച, അതായത് 16 നവംബർ 2020 മുതൽ 20 നവംബർ 2020 വരെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരുന്ന അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടാൻ ചാൻസ് ഉള്ള ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇനി വെൽത്തി ലൈഫിൻ്റെ ഈ വീക്കിലെ പ്രധാനപ്പെട്ട വീഡിയോകൾ പരിശോധിക്കുകയാണെങ്കിൽ, റിലയൻസിൻ്റെയും സൗദി അരാംകോയുടെയും ഡീലിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചകൾ പുനരാരംഭിച്ചായിരുന്നു. അതിനെ സംബന്ധിച്ച് ഒരു ഫുൾ ഇൻഫർമേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ, റിലയൻസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. കൂടാതെ ഫൈസർ എന്ന കമ്പനി COVID-19 വാക്സിൻ്റെ ട്രയലിൽ ഏകദേശം 90% എഫക്റ്റീവായിട്ടുള്ള വാക്സിൻ ഡിറ്റക്റ്റ് ചെയ്തു. അത് ഗ്ലോബൽ മാർക്കറ്റിലും അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും, അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ ന്യൂസ് ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് നല്ല മൊമെൻറ്റം കൊണ്ടുവരിക എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഫൈസറിനെ കൂടാതെ തന്നെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഒരു COVID-19 വാക്സിൻ വന്നാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ യെസ് ബാങ്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്പർ സർക്യൂട്ടും അതുപോലെ തന്നെ സ്റ്റോക്കിൽ നല്ലൊരു മൊമെൻറ്റവും വന്നു കഴിഞ്ഞു. അതിന് പിന്നിലെ റീസൺ എന്താണ്, അതല്ലെങ്കിൽ തന്നെ യെസ് ബാങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് ന്യൂസുകൾ കവർ ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ യെസ് ബാങ്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും അവൈലബിൾ ആണ്. കൂടാതെ റിലയൻസ് ഇൻഡസ്ട്രീസിൽ, അതായത് റിലയൻസിൻ്റെയും ആമസോണിൻ്റെയും തമ്മിലുള്ള ട്രേഡ് വാർ മറ്റൊരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ആമസോൺ റിലയൻസിന് മുകളിൽ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്ന ആരോപണം കൂടി നടത്തിയിരിക്കുന്നു. ആ അവസരത്തിൽ റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഒരു ഇടിവുണ്ടായി. അപ്പോൾ റിലയൻസിൻ്റെയും ആമസോണിൻ്റെയും ട്രേഡ് വാറിനെ കുറിച്ചും അതിൻ്റെ പുതിയ അപ്ഡേഷനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ പ്ലേലിസ്റ്റിലെ റിലയൻസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും അവൈലബിൾ ആണ്. കൂടാതെ നമ്മൾ കഴിഞ്ഞ ആഴ്ച എക്കോണമിക് സ്റ്റിമുലസ് പാക്കേജിനെ കണ്ടു. എക്കോണമിക് സ്റ്റിമുലസ് പാക്കേജിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സെക്ടറുകളിലെ ഏതൊക്കെ സ്റ്റോക്കുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. റീസെൻ്റ്ലി ഗവൺമെൻറ് PLI സ്കീം ലോഞ്ച് ചെയ്തു. PLI സ്കീം ലോഞ്ച് ചെയ്തത് വഴി 10 സെക്ടറുകളെ PLI സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. PLI സ്കീം എന്താണ്, ഏതൊക്കെ സെക്ടറുകളാണ്, ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിലും അവൈലബിൾ ആണ്. വീക്കെൻഡിൽ ഈ വീഡിയോകളെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 17 നവംബർ 2020 എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 3 സ്റ്റോക്കുകളാണ് ഈ ദിവസത്തിലുള്ളത്. ഒന്നാമത്തേത് IOL കെമിക്കൽസ് ആണ്. കെമിക്കൽ സെക്ടറിലെ വളരെ പ്രോമിനൻറ്റും അതുപോലെ തന്നെ നല്ലൊരു റിട്ടേൺ തരുന്നതുമായ ഒരു സ്റ്റോക്കാണ് IOL കെമിക്കൽസ്. IOL കെമിക്കൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ടൈം ടു ഫോക്കസ് കെമിക്കൽ സെക്ടർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇനി IOL കെമിക്കൽസിൻ്റെ ഡിവിഡൻഡ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 40% ഡിവിഡൻഡ് പെർസെൻറ്റേജ് തരുന്നുണ്ട്. ഇൻട്രിം ഡിവിഡൻഡാണ് തരുന്നത്. കൂടാതെ ഈ ഡിവിഡൻഡ് അനൗൺസ് ചെയ്തത് 6 നവംബർ 2020 ഡിവിഡൻഡിൻ്റെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് 17 നവംബർ 2020 റെക്കോർഡ് ഡേറ്റ് 18 നവംബർ 2020 ഡിവിഡൻഡായിട്ട് നമ്മൾക്ക് 4 രൂപ പെർ ഷെയർ എന്ന രീതിയിലാണ് IOL കെമിക്കൽസിൽ നിന്നും കിട്ടുന്നത്. ഡിവിഡൻഡിനെ കുറിച്ചുള്ള ബേസിക് കൺസെപ്റ്റുകൾ ഇതുവരെയും ക്ലിയർ ആകാത്തവർക്ക്, അതായത് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് അതുപോലെ തന്നെ റെക്കോർഡ് ഡേറ്റ്, അനൗൺസ് ഡേറ്റ്, ഡിവിഡൻഡ് ഈൽഡ് പെർസെൻറ്റേജ് എന്നിവയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ക്ലിയർ ആകാത്തവർക്ക് വേണ്ടി ഡിവിഡൻഡിനെ കുറിച്ച് ഒരു ബേസിക് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് ഗില്ലറ്റ് ഇന്ത്യയാണ്. ഗില്ലറ്റ് ഇന്ത്യ 49 രൂപ പെർ ഷെയർ എന്ന രീതിയിലാണ് ഡിവിഡൻഡ് നൽകുന്നത്. കമ്പനിയുടെ ഫൈനൽ ഡിവിഡൻഡാണ്, അതായത് ആനുവൽ ഡിവിഡൻഡ് എന്ന് കൂടി പറയാം. ഈ ഡിവിഡൻഡിൻ്റെ അനൗൺസ്മെൻറ്റ് ഡേറ്റ് 26 ഓഗസ്റ്റ് 2020 നടത്തിയത്. കമ്പനിയുടെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് 17 നവംബർ 2020 ഇതുകൂടാതെ 17 നവംബർ 2020 എക്സ് ഡിവിഡൻഡ് ഡേറ്റ് തരുന്ന മൂന്നാമത്തെ സ്റ്റോക്കാണ് ഗുൽഷൻ പോളി. 0.60, അതായത് 60 പൈസ പെർ ഷെയർ എന്ന രീതിയിലാണ് ഡിവിഡൻഡ് നൽകുന്നത്. ഈ കമ്പനിയുടേതും ഇൻട്രിം ഡിവിഡൻഡാണ്. ഇൻട്രിം ഡിവിഡൻഡിൻ്റെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് 17 നവംബർ 2020 കമ്പനിയുടെ റെക്കോർഡ് ഡേറ്റ് 18 നവംബർ 2020 ഇനി 18 നവംബർ 2020 എക്സ് ഡിവിഡൻഡ് ഡേറ്റ് തരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റോക്കാണ് ASM ടെക്. ASM ടെക് 2 രൂപ പെർ ഇക്വിറ്റി ഷെയർ എന്ന റേറ്റിലാണ് ഇൻട്രിം ഡിവിഡൻഡ് തരുന്നത്.
ഡിവിഡൻറ്റിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് ഉണ്ടായത് 4 നവംബർ 2020 ഇത് കമ്പനിയുടെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് 18 നവംബർ 2020 റെക്കോർഡ് ഡേറ്റ് 19 നവംബർ 2020 രണ്ടാമത്തേത് റേറ്റിംഗ് ഏജൻസിയായ കെയറിൻ്റേതാണ് ഡിവിഡൻറ്റ്. കെയർ 8 രൂപ പെർ ഷെയർ എന്ന രീതിയിലാണ് ഡിവിഡൻറ്റ് തരുന്നത്. ഇതും കമ്പനിയുടെ ഇൻട്രിം ഡിവിഡൻ്റാണ്. ഡിവിഡൻറ്റിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് 3 നവംബർ 2020 വന്നത്. ഡിവിഡൻറ്റ് ഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ് ആയിട്ട് 18 നവംബർ 2020 റെക്കോർഡ് ഡേറ്റ് 19 നവംബർ 2020 റീസെൻ്റ്ലി കെയർ എന്ന റേറ്റിംഗ് കമ്പനി യെസ് ബാങ്കിൻ്റെ റേറ്റിംഗ് ഉയർത്തിയിരുന്നു. യെസ് ബാങ്കിൻ്റെ Q2 റിസൾട്ടിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനി യെസ് ബാങ്കിൻ്റെ റേറ്റിംഗ് ഉയർത്തിയത്. അതിനനുസരിച്ച് യെസ് ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ നല്ലൊരു ഹൈക്ക് ഉണ്ടായി, സ്റ്റോക്ക് അപ്പർ സർക്യൂട്ടായി. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തതാണ്. ആ വീഡിയോയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക് കോൺകോർ ആണ്. കോൺകോറിൻ്റെ ഇൻട്രിം ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് 5 നവംബർ 2020 കോൺകോറിൻ്റെ ഇൻട്രിം ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചത്. 3 രൂപ പെർ ഷെയർ എന്ന രീതിയിലാണ് കോൺകോർ ഇൻട്രിം ഡിവിഡൻറ്റ് തന്നിരിക്കുന്നത്. കോൺകോറിൻ്റെ എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ് 18 നവംബർ 2020 റെക്കോർഡ് ഡേറ്റ് 19 നവംബർ 2020 ഫാർമ സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കായ ഡോക്ടർ ലാൽപത് ലാബിൻ്റെ ഇൻട്രിം ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻട്രിം ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചത് 6 നവംബർ 2020 6 രൂപ പെർ ഷെയർ എന്ന രീതിയിലാണ് ഡോക്ടർ ലാൽപത് ലാബ് ഇൻട്രിം ഡിവിഡൻറ്റ് നൽകുന്നത്. എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ് 18 നവംബർ 2020 റെക്കോർഡ് ഡേറ്റ് 19 നവംബർ 2020 ഫാർമ സെക്ടറിലെ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായ P&Gയുടെ ഫൈനൽ ഡിവിഡൻറ്റും അതുപോലെ തന്നെ സ്പെഷ്യൽ ഡിവിഡൻറ്റും തന്നിട്ടുണ്ട്. ഫൈനൽ ഡിവിഡൻറ്റ് 188 രൂപ പെർ ഷെയർ എന്ന രീതിയിലും സ്പെഷ്യൽ ഡിവിഡൻറ്റ് 42 രൂപ പെർ ഷെയർ എന്ന രീതിയിലുമാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെയും എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ് 18 നവംബർ 2020 അഗ്രികൾച്ചർ സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കായ കാവേരി സീഡ്സിൻ്റെ ഇൻട്രിം ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാവേരി സീഡ്സ് 4 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഇൻട്രിം ഡിവിഡൻറ്റ് തരുന്നത്. 2 നവംബർ 2020 ഇൻട്രിം ഡിവിഡൻറ്റിനെ കുറിച്ചുള്ള പ്രഖ്യാപനം വന്നത്. എക്സ് ഡിവിഡൻറ്റ് റേറ്റ് 11 നവംബർ 2020 അതുപോലെ തന്നെ റെക്കോർഡ് ഡേറ്റ് 19 നവംബർ 2020 ഗോൾഡ് ഫിനാൻസ് സെക്ടറിലെ ഒരു പ്രധാന കമ്പനിയും അതുപോലെ തന്നെ നമ്മൾക്കെല്ലാം സുപരിചിതമായ മണപ്പുറം ഫിനാൻസിൻ്റെ Q2 റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനിയും അതിൻ്റെ ഇൻട്രിം ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻട്രിം ഡിവിഡൻറ്റ് 60 പൈസ പെർ ഷെയർ എന്ന രീതിയിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 നവംബർ 2020 കമ്പനി ഇൻട്രിം ഡിവിഡൻറ്റിനെ കുറിച്ചുള്ള പ്രഖ്യാപനം വന്നത്. 19 നവംബർ 2020 സ്റ്റോക്കിൻ്റെ റെക്കോർഡ് റേറ്റും ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് റേറ്റും 18 നവംബർ 2020 ഡിവിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ എക്സ് ഡിവിഡൻറ്റ് റേറ്റുമാണ്. MRF എന്ന കമ്പനി, അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള MRF കമ്പനിയുടെയും ഇൻട്രിം ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 രൂപ പെർ ഷെയർ എന്ന രീതിയിലാണ് കമ്പനി ഡിവിഡൻറ്റ് നൽകുന്നത്. 6 നവംബർ 2020 ഡിവിഡൻറ്റിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായത്. 19 നവംബർ 2020 റെക്കോർഡ് ഡേറ്റും 18 നവംബർ 2020 എക്സ് ഡിവിഡൻറ്റ് ഡേറ്റുമാണ്. PNB ഗിൽസ് എന്ന കമ്പനിയുടെയും ഇൻട്രിം ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻട്രിം ഡിവിഡൻറ്റ് 3 രൂപ പെർ ഷെയർ എന്ന രീതിയിലാണ് ഇൻട്രിം ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇൻട്രിം ഡിവിഡൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് ഡേറ്റ് 2 നവംബർ 2020 18 നവംബർ 2020 എക്സ് ഡിവിഡൻറ്റ് ഡേറ്റും 19 നവംബർ 2020 റെക്കോർഡ് ഡേറ്റും ആണ്. ഇനി സിംഗർ ഇന്ത്യ എന്ന കമ്പനിയുടെ ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിംഗർ ഇന്ത്യ 50 പൈസ പെർ ഷെയർ എന്ന രീതിയിലാണ് ഡിവിഡൻറ്റ് നൽകുന്നത്. 9 നവംബർ 2020 ഡിവിഡൻറ്റിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാക്കിയിരിക്കുന്നത്. 19 നവംബർ 2020 റെക്കോർഡ് ഡേറ്റും 18 നവംബർ 2020 എക്സ് ഡിവിഡൻറ്റ് ഡേറ്റുമാണ്. അതുപോലെ തന്നെ സൊണാഫ്റ്റ സോഫ്റ്റ്വെയറിൻ്റെയും ഇൻട്രിം ഡിവിഡൻറ്റിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. 4 രൂപ പെർ ഷെയർ എന്ന രീതിയിലാണ് കമ്പനി ഇൻട്രിം ഡിവിഡൻറ്റ് നൽകുന്നത്. 6 നവംബർ 2020 ഇൻട്രിം ഡിവിഡൻറ്റിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായത്. 19 നവംബർ 2020 റെക്കോർഡ് ഡേറ്റും 18 നവംബർ 2020 കമ്പനിയുടെ എക്സ് ഡിവിഡൻറ്റ് ഡേറ്റുമാണ്. അതുപോലെ തന്നെ സാക്സോഫ്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെയും ഇൻട്രിം ഡിവിഡൻറ്റിനെ കുറിച്ചുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. 2 രൂപ 50 പൈസ പെർ ഷെയർ എന്ന രീതിയിലാണ് കമ്പനി ഇൻട്രിം ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെയും റെക്കോർഡ് ഡേറ്റ് 19 നവംബർ 2020 എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ് 18 നവംബർ 2020 ആണ്. 19 നവംബർ 2020 എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കമ്പനി മാൻ അലൂമിനിയമാണ്. മാൻ അലൂമിനിയം 1 രൂപ പെർ ഷെയർ എന്ന രീതിയിലാണ് ഡിവിഡൻറ്റ് നൽകുന്നത്.
കമ്പനിയുടെ ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റ് ഡേറ്റ് 4 നവംബർ 2020 കമ്പനി ഇൻട്രീം ഡിവിഡൻ്റാണ് നൽകുന്നത്. റെക്കോർഡ് ഡേറ്റ് ആയിട്ട് 20 നവംബർ 2020 എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആയിട്ട് 11 നവംബർ 2020 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് NCL ഇൻഡസ്ട്രീസ് ആണ്. NCL ഇൻഡസ്ട്രീസ് ₹1.50 പെർ ഷെയർ എന്ന രീതിയിലാണ് ഇൻട്രീം ഡിവിഡൻഡ് നൽകുന്നത്. 9 നവംബർ 2020 കമ്പനിയുടെ ഡിവിഡൻഡിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് വന്നത്. 20 നവംബർ 2020 എക്സ് ഡിവിഡൻഡിൻ്റെ അല്ലെങ്കിൽ ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റും 19 നവംബർ 2020 എക്സ് ഡിവിഡൻഡിൻ്റെ ഡേറ്റുമാണ്. മൂന്നാമത്തെ കമ്പനി പോളിപ്ലക്സ് കോർപ്പാണ്. പോളിപ്ലക്സ് കോർപ്പ് ഏകദേശം ₹15 പെർ ഷെയർ എന്ന രീതിയിലാണ് ഡിവിഡൻഡ് നൽകുന്നത്. ഇൻട്രീം ഡിവിഡൻ്റാണ് കമ്പനി നൽകുന്നത്. 9 നവംബർ 2020 കമ്പനിയുടെ ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റിനെ കുറിച്ചുള്ള പ്രഖ്യാപനം വന്നത്. 20 നവംബർ 2020 കമ്പനിയുടെ റെക്കോർഡ് ഡേറ്റും അതുപോലെ തന്നെ 19 നവംബർ 2020 എക്സ് ഡിവിഡൻഡ് ഡേറ്റുമാണ്. മൂന്നാമത്തേത് PTC ഇന്ത്യയാണ്. PTC ഇന്ത്യ ₹2 പെർ ഷെയർ എന്ന രീതിയിലാണ് ഡിവിഡൻഡ് നൽകുന്നത്. ഇൻട്രീം ഡിവിഡൻ്റാണ് കമ്പനി നൽകുന്നത്. 9 നവംബർ 2020 ഡിവിഡൻഡിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് വന്നു. 19 നവംബർ 2020 കമ്പനിയുടെ എക്സ് ഡിവിഡൻഡ് ഡേറ്റും 20 നവംബർ 2020 റെക്കോർഡ് ഡേറ്റുമാണ്. മറ്റൊരു കമ്പനി സംഗം ഇന്ത്യയാണ്. സംഗം ഇന്ത്യയുടെ ഫൈനൽ ഡിവിഡൻഡ് നൽകുന്നത് 19 നവംബർ 2020 കമ്പനിയുടെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ്. 24/6/2020 സംഘം ഡിവിഡൻഡിൻ്റെ ഫൈനൽ ഡിവിഡൻഡിനെ കുറിച്ചുള്ള പ്രഖ്യാപനം വന്നത്. സ്റ്റോക്ക് ₹1 പെർ ഷെയർ എന്ന രീതിയിലാണ് ഡിവിഡൻഡ് നൽകുന്നത്. ഇനി സോളാറ എന്ന കമ്പനിയുടെ ഡിവിഡൻഡിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ₹4 പെർ ഷെയർ എന്ന രീതിയിലാണ് കമ്പനിയുടെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇൻട്രീം ഡിവിഡൻഡാണ് കമ്പനി നൽകുന്നത്. 20 നവംബർ 2020 ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റും 19 നവംബർ 2020 എക്സ് ഡിവിഡൻഡ് ഡേറ്റുമാണ്. റീസെൻ്റ്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള UTI AMCയും അതിൻ്റെ ഫൈനൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ₹7 പെർ ഷെയർ എന്ന രീതിയിലാണ് UTI AMC അത് ഡിവിഡൻഡ് നൽകുന്നത്. 29 ഒക്ടോബർ 2020 ഡിവിഡൻഡിനെ സംബന്ധിച്ചുള്ള അനൗൺസ്മെൻറ്റ് ഉണ്ടായത്. 19 നവംബർ 2020 UTI AMCയുടെ ഡിവിഡൻഡ് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സ് ഡിവിഡൻഡ് ഡേറ്റ്. അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയായ TTK പ്രസ്റ്റീജ് ₹20 പെർ ഷെയർ എന്ന രീതിയിലാണ് ഡിവിഡൻഡ് നൽകുന്നത്. 20 നവംബർ 2020 കമ്പനിയുടെ ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റും 19 നവംബർ 2020 എക്സ് ഡിവിഡൻഡ് ഡേറ്റുമാണ്. 9 നവംബർ 2020 കമ്പനി അതിൻ്റെ ഡിവിഡൻഡിനെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. ഇനി SH കെൽക്കർ എന്ന കമ്പനിയുടെ ഡിവിഡൻഡിനെ കുറിച്ചുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. 4 നവംബർ 2020 അനൗൺസ്മെൻറ്റ് ഡേറ്റ് ആയിട്ടുള്ളത്. 20 നവംബർ 2020 കമ്പനിയുടെ റെക്കോർഡ് ഡേറ്റും 19 നവംബർ 2020 എക്സ് ഡിവിഡൻഡ് ഡേറ്റുമാണ്. ₹1 പെർ ഷെയർ എന്ന രീതിയിലാണ് ഈ കമ്പനി ഡിവിഡൻഡ് നൽകുന്നത്. ഇനി 19 നവംബർ 2020 ഡിവിഡൻഡ് നൽകുന്ന മറ്റു ചില പ്രമുഖ സ്റ്റോക്കുകൾ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് ആരതി ഇൻഡസ്ട്രീസ് ആണ്. ആരതി ഇൻഡസ്ട്രീസ് ₹1.50 പെർ ഷെയർ എന്ന രീതിയിൽ ഇൻട്രീം ഡിവിഡൻഡാണ് നൽകുന്നത്. ഡിവിഡൻഡിനെ കുറിച്ചുള്ള പ്രഖ്യാപനം 9 നവംബർ 2020 നടത്തിയത്. സ്റ്റോക്കിൻ്റെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് 19 നവംബർ 2020 റെക്കോർഡ് ഡേറ്റ് 20 നവംബർ 2020 ഇനി റീസെൻ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ക്യാംസ് അതിൻ്റെ ഇൻട്രീം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ₹6.75 എന്ന നിരക്കിലാണ് ക്യാംസിൻ്റെ ഇൻട്രീം ഡിവിഡൻഡ്. എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആയിട്ട് 19 നവംബർ 2020 റെക്കോർഡ് റേറ്റ് 20 നവംബർ 2020 ക്യാംസിൻ്റെ ഡിവിഡൻഡിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് ഡേറ്റ് 29 ഒക്ടോബർ 2020 ഇനി ഓസം എൻ്റർപ്രൈസസ് അതിൻ്റെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 50 പൈസ പെർ ഇക്വിറ്റി ഷെയർ എന്ന രീതിയിലാണ് ഈ കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് നൽകുന്നത്. 21 നവംബർ 2020 കമ്പനിയുടെ റെക്കോർഡ് റേറ്റ്. അതുപോലെ തന്നെ 19 നവംബർ 2020 എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആണ്. പ്രമുഖ PSU ആയ കോൾ ഇന്ത്യ അതിൻ്റെ ഇൻട്രീം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് കോൾ ഇന്ത്യ. ₹7.50 പെർ ഷെയർ എന്ന രീതിയിലാണ് ഈ കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് നൽകുന്നത്. 19 നവംബർ 2020 ഇതിൻ്റെ എക്സ് ഡിവിഡൻഡ് ഡേറ്റും 20 നവംബർ 2020 റെക്കോർഡ് ഡേറ്റുമാണ്. ഇനി പ്രമുഖ കമ്പനിയായ ഇൻസെക്ടിസൈഡ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് അതിൻ്റെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ₹2 പെർ ഷെയർ എന്ന രീതിയിലാണ് കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് നൽകുന്നത്. 19 നവംബർ 2020 എക്സ് ഡിവിഡൻഡ് ഡേറ്റ്. 20 നവംബർ 2020 കമ്പനിയുടെ റെക്കോർഡ് ഡേറ്റ്. ഡിവിഡൻഡിനെ കുറിച്ചുള്ള പ്രഖ്യാപനം 9 നവംബർ 2020 നടത്തിയത്. JL മോരിസൺ എന്ന കമ്പനിയുടെ ഫൈനൽ ഡിവിഡൻഡിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ജൂൺ മാസത്തിലായിരുന്നു അനൗൺസ്മെൻറ്റ് വന്നത്. 19 നവംബർ 2020 JL മോരിസൻ്റെ
ഡിവിഡൻഡ് ലഭിക്കുവാനുള്ള എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ₹1 പെർ ഷെയർ എന്ന രീതിയിലാണ് ഈ കമ്പനിയും ഡിവിഡൻഡ് നൽകുന്നത്. ഇനി 20 നവംബർ 2020 ഡിവിഡൻഡ് നൽകുന്ന എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരുന്ന കമ്പനി ശ്രീ റൈലസീം എന്ന കമ്പനിയാണ്. ഈ കമ്പനി ഏകദേശം ₹2.50 പെർ ഇക്വിറ്റി ഷെയർ എന്ന രീതിയിലാണ് ഡിവിഡൻഡ് നൽകുന്നത്. ഈ കമ്പനി ഫൈനൽ ഡിവിഡൻഡ് ആണ് നൽകുന്നത്. അതിൻ്റെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് 20 നവംബർ 2020 ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.